ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ബസൂക്ക സിനിമയൊക്കെ എങ്ങനെ പോകുന്നു? വലിയ തരക്കേടില്ലാണ്ട് പോകുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയല്ല മറുപടി വരണ്ടേ. പിന്നെ എംപുരാനെ കുറിച്ച് എന്തെങ്കിലും പറയണം. ഞാൻ ഈ സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് നമ്മൾ നേരെ ചോദിച്ചതിനുള്ള ഉത്തരം പറയുന്നു പോണു. നമ്മളങ്ങനെയല്ല. ഇവിടെ എങ്ങനെ എന്താണോ വീഡിയോ അതിനനുസരിച്ചുള്ള കണ്ടന്റ്. ഒന്നുകൂടി ചോദിക്കാം. ഇപ്പൊ കാര്യം വ്യക്തമായി. ബസൂക്ക സിനിമയുടെ കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? എമ്പുരാൻ സിനിമയുടെ കളക്ഷൻ ഇപ്പൊ 250 കോടിയുടെ മുകളിലായിട്ടുണ്ടല്ലോ. ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എമ്പുരാന്റെ 260 കോടി എങ്ങാണ്ടായി ടോട്ടലായിട്ട് വേൾഡ് വൈഡ്. അത് 15 ദിവസം 16 ദിവസം കൊണ്ട്. ബഡ്ജറ്റ് എത്രയാ? ബഡ്ജറ്റ് ആകെ 180 കോടി എത്രയും കൂടെ. അതിന് കൂട്ടി പറഞ്ഞോ? അത് 200 കോടി അപ്പോഴാണല്ലോ ഈക്വൽ ആവുള്ളൂ. വിജയിക്കാതെ വരുള്ളൂ. തള്ളുമ്പോ ഒരു കനത്തിൽ തന്നെ അല്ലേ. അതല്ല ഈ പണ്ടുള്ള ആൾക്കാർ പറയുമ്പോ എപ്പോഴും കുറച്ച് പൊലിപ്പിച്ച് പറയണം. ആ ഒരു ടീമിന്റെ കൂടെ നിൽക്കണം. ഓക്കെ കൊള്ളാം. അപ്പൊ ഈ പൊലിപ്പിച്ച് പറയുന്നതില് മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റന്നുള്ളൂ. അതിപ്പത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടത്. അത് ബസൂക്കിന്റെ കാര്യത്തിലും കണ്ടിട്ടുണ്ട്. ബസൂക്ക് 80 കോടി 60 കോടി ആയിട്ട് തള്ളി. 80 കോടി ബഡ്ജറ്റ്. കളക്ഷൻ കുറച്ച് കൂടി കഴിഞ്ഞാൽ അപ്പൊ ബഡ്ജറ്റും ഒപ്പത്തിനൊപ്പം ആക്കാണ്ടാവും. ഒറ്റയടിക്ക് തള്ളി അതങ്ങ് കയറ്റും. ഇപ്പൊ എമ്പുരാൻ തന്നെ 260 കോടി കളക്ട് ചെയ്തപ്പോ ഇപ്പൊ എമ്പുരാനെ അതായത് ബഡ്ജറ്റ് വരുന്നത് 180 കോടിയുടെ മുകളിലും കണ്ട. മിക്കവാറും ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷനാണ് എമ്പുരാന്റെ കാര്യത്തിൽ. അതായത് കളക്ഷനും ബഡ്ജറ്റും തമ്മിൽ ഭയങ്കര മത്സരം. എന്നിട്ട് കൂട്ടിമുട്ടോ അല്ലെങ്കിൽ 300 ആദ്യം ആര് കടക്കും എന്നുള്ളത് അതിലാണ് നോക്കുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ആദ്യം 300 കയറും. മിക്കവാറും ബഡ്ജറ്റ് 300 കോടിയും കളക്ഷൻ കിട്ടിയത് 280 കോടിയൊക്കെ ആയിട്ട് ഒതുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണെങ്കിൽ 20 കോടി നഷ്ടം വരുള്ളൂ. കളക്ഷൻ 300 അടിച്ചാൽ 350 ആവും ബഡ്ജറ്റ് ഉറപ്പായിട്ടും. എന്തായാലും വിചിത്രപരമായിട്ടുള്ള ഒരു തിയേറ്റർ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇതിനെ കുറിച്ച് ചോദിച്ചാൽ അതിനെ കുറിച്ച് പറയും. അതാണ് ഇവരുടെ പ്രത്യേകത. ഇപ്പൊ നമ്മുടെ തുടക്കത്തിലെ കാര്യം പറഞ്ഞു. ഇത് ബസൂക്കനെ കുറിച്ച് ചോദിച്ചാൽ എമ്പുരാനെ കുറിച്ച് പറയും, എമ്പുരാനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബസൂക്കനെ കുറിച്ച് പറയും. എന്താണെങ്കിലും പല വിധത്തിലുള്ള ആൾക്കാരാട്ടോ. നമ്മൾ ഈ അന്തം ഫാൻസിന്റെ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടതാ. ഇപ്പൊ ഇവിടെ ഈ വർഷം ഇങ്ങനെ പറഞ്ഞു വരുമ്പോ അപ്പുറത്തും വേറൊരു വർഷം ടീം ഇങ്ങനെ വരും. ഇവരെ രണ്ട് വിഭാഗത്തിനെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രണ്ടും കണക്കാ. അതേ ഉള്ളൂ. അത് നമ്മൾ അതില് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഒരിക്കലും പറയുന്നില്ല. ഇതിനകത്ത് ഒരു വിഭാഗമുണ്ട് ഈ അന്തം കമ്മിയായിട്ടുള്ള. അത് നിങ്ങൾ എപ്പോഴാണെങ്കിലും ഒരേപോലെ തന്നെ എല്ലാ ടീമിലും ഉണ്ടാവും. ഒരു മാറ്റവും ഇല്ല. എണ്ണത്തിൽ കൂടുതൽ ഇരിക്കുന്നുള്ളൂ. അത് ഇപ്പൊ ഇന്നലെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണത്തിൽ കൂടുതൽ ലാലേട്ടൻ ഫാൻസ് ആണെന്ന്. അതെ. അതിന് കാരണം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മോഹൻലാൽ ഫാൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. അതെ, ആരാധകർ ഏറ്റവും കൂടുതൽ മോഹൻലാലല്ലേ. പിന്നെ അതില് ഈ അന്തം കമ്മി ഫാൻസിന്റെ എണ്ണം കൂടും, കുറച്ച് കൂടുതൽ വരും. ഇത്ര കൂട്ടത്തില് ഇത്രയാണത്, അതുപോലെ ഇത്ര കൂട്ടത്തിൽ ഇത്രയാണത്, ഇതിലേക്കും കൂടും. ആ ഒരു മാറ്റമുള്ളൂ. എന്താണെങ്കിലും ഈ രണ്ട് വിഭാഗത്തിലും ഉണ്ട് ഈ അന്തം കമ്മി ഫാൻസ്. ഇവര് ഭയങ്കര വിഷയമാണ്, രസാണ്. അല്ല, ചില സമയത്ത് ഭയങ്കര കോമഡി ആട്ടോ അത് കാണുമ്പോഴേ. എന്തായാലും ഈ തിയേറ്റർ റെസ്പോൺസിന്റെ ഒരു ട്രോൾ വീഡിയോ നമ്മുടെ PK ട്രോൾസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കാണാം. പിന്നെ കാണണ്ടേ ചേട്ടാ, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, ആവറേജ് പടമാണ്. പക്ഷേ ഒരു അവസാനത്തിൽ 30 മിനിറ്റ് അടിമയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിടെ ഒരു എന്താ പറയാ, ഒരു ചേഞ്ച് നന്നായിട്ട്. അയാൾ പറഞ്ഞ ഇക്കാര്യം ഉണ്ടല്ലേ. കാണാം. ഈ ഒരു സാധനത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. ഇതെന്താ അറിയോ, ജെനുവിനിറ്റി ഉറപ്പിക്കുക എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഫസ്റ്റ് ആവറേജ് സിനിമയാണ്. പക്ഷെ പിന്നെ 30 മിനിറ്റ് വെച്ചിട്ട് കയറ്റി പിടിച്ചിട്ടുണ്ട്. ആള് ഭയങ്കര, അതായത് ജെനുവിനിറ്റി ആളുടേത് നമ്മുടെ മുന്നില് പക്കയാണ്, തുറന്നു കാണിച്ചു. ഇനി നമ്മൾ ആള് പറയുന്നതൊക്കെ വിശ്വസിക്കണം എന്നുള്ള രീതിയിലാണ് ആള് ആ സൈക്കോളജിക്കൽ അപ്രോച്ച്. ചേട്ടാ, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, ആവറേജ് പടമാണ്. പക്ഷേ ഒരു അവസാനത്തിൽ 30 മിനിറ്റ് അടിമയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിടെ ഒരു എന്താ പറയാ, ഒരു ചേഞ്ച് നന്നായിട്ട്. അയാൾ പറഞ്ഞ ഇക്കാര്യം ഉണ്ടല്ലേ. ഉണ്ട്. ഈ തോന്നലുണ്ടാക്കിയിരിക്കും. അതാണ് അയാളുടെ കഴിവ്. നമ്മൾ വെറുതെ 250 കോടി മുടക്കിയിട്ടുള്ള കാര്യമില്ല. എങ്ങനെ ഇപ്പൊ എന്താ പറഞ്ഞ? നമ്മൾ വെറുതെ 250 കോടി മുടക്കിയിട്ടുള്ള കാര്യമില്ല. കടലിലെ കോണ്ടന്റ് വേണം. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും.
അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. നായകൻ ഇൻട്രോഡക്ഷൻ സൂര്യട്ടുണ്ട് 3 ഹെലികോപ്റ്റർ സൈഡിലോട്ട് പീക്ക് ലെവലിലേക്ക് കേട്ടോ. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പുതിയ പടം. എന്റെ കൂട്ടുകാരനാ നൻപൻ നാട്ടിൽ നിന്ന് വന്നതാ. ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. അല്ലേ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞിട്ട് സമയമില്ല. ആ 3 പേരെ ഒരുമിച്ചുള്ള സാധനം അതോടെ ഇറങ്ങിട്ടേ പോകുന്നു. നമുക്ക് നാഷണൽ ആന്തത്തിൽ മറ്റേ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ ഉണ്ട്. വർത്താനം. ഹൂ. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കാമെങ്കിൽ ചിരിക്കാം. അത് 2 വ്യത്യാസം അതാണ് പറയുന്നത്. ഒരു നായകൻ ഞാൻ വെറുതെ ട്രോളൊന്നല്ല. വേണ്ട വേണ്ട ഒന്നും പറയണ്ട. എനിക്കറിയില്ല നിങ്ങളെ. നമുക്ക് എന്തിനു വേണം? ഞാൻ എമ്പുരാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ടതാണ്. എന്റെ പൊന്നു ചേട്ടാ, ആ ഒരു ഹെലികോപ്റ്ററിൽ വന്ന സീന് മോഹൻലാൽ ഇറങ്ങുന്ന എന്റെ വയറാണ് ഫ്രണ്ടിൽ ആദ്യം കണ്ടത്. അതാണ് എന്റെ വിഷമം. അല്ല പിന്നെ ഓക്കെ, അത് സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് നമുക്ക് കാണാമായിരുന്നു. ബാക്കിയുള്ളതൊന്നും നമുക്ക് കാണാനായിട്ട് ഒരു ഇതില്ല. ബാക്കിയാണ് കണ്ടില്ലായിരുന്നു. പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. 250 കോടി നേടിയെന്ന് പറഞ്ഞു. ഞാൻ 160 ടിക്കറ്റ് കൊടുത്താണ് ഒരു പടം കാണുന്നത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഞാൻ തോറ്റു. പക്ഷേ ഈ പടം 8 കോടി 10 കോടി മുടക്കിയതാണ്. പക്ഷെ പടം കോണ്ടന്റ് ഉണ്ട്. മറ്റേ 250 കോടി നേടിയെന്ന് പറഞ്ഞു. എമ്പതൊക്കെ പറയണായിരുന്നു അല്ലേ? അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? 25 നീ കാര്യം പറയട ചക്ക. അത് അൻപോയല്ലടാ. ഡെയിലി പോയിരുന്ന ഒരു സീറ്റ് വിട്ടിട്ട് 250 കോടി 50 കോടി ആ പടം നേടി 50 കോടിയും അത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. പക്ഷേ ഈ പടം 8 കോടി 10 കോടി മുടക്കിയതാണ്. പക്ഷെ പടം കോണ്ടന്റ് ഉണ്ട്. മറ്റേ 250 കോടി നേടിയെന്ന് പറഞ്ഞു. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അത് പോട്ടണ രാമു. അല്ല പിന്നെ അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? അതിന്റെ കാര്യം മറന്നുപോയി. ഇതിനെ കുറിച്ച് 2 വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, നല്ലൊരു പടം കണ്ടു, കൊള്ളാം, കുഴപ്പമില്ല. ഒരു ആവറേജ് പടം പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്, കൊള്ളാം. എന്നാ പിന്നെ ഇയാൾക്കത് നേരത്തെ പറഞ്ഞു തുടങ്ങാൻ പറ്റും. അതാരും പറഞ്ഞു. ഇതിനകത്ത് ഒരു ഗ്രില്ലില്ല. ക്ഷീരമുള്ളൊരകിരിൻ ചുവട്ടിലും ചോരരന്ന കൊടുകിന്നു കൗതുകം. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുന്ന് നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ സമ്മതിച്ചില്ല. ഞാൻ വെറുതെ ഒരു തമാശക്ക് എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് അവസാനത്തെ വാക്കാ. ഇനി എന്റെ കൺവെട്ടത്തിൽ നിന്നെ കണ്ട നിന്റെ കണ്ണ് 2 ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കെട്ട കോവർ കഴുത. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ചെല്ലേ ഒരു സത്യല്ലേ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ സാധനം വിവരം കെട്ട വർത്താനാണല്ലോ. അതായത് ബസൂക്കേന്റെ റിവ്യൂ ചോദിച്ചു വരുന്ന ആളുടെ അടുത്ത് എമ്പുരാന്റെ വിശേഷം പറയേണ്ട വല്ല കാര്യമുണ്ടോ? എന്താ സംഭവം മനസ്സിലായോ? അതായത് കാത്തിരിക്കായിരുന്നു. ഇത് പൊട്ടിയിട്ട് ഇങ്ങോട്ട് കാത്തിരിക്കായിരുന്നു. ഇത് എവിടെയെങ്കിലൊക്കെ ഒന്ന് പറയണം, അതാണ് പുറത്ത് പറയണമെന്നുള്ള ആഗ്രഹത്തില് എന്ത് ചെയ്ത് ബസൂക്കന്റെ റെസ്പോൺസിന്റെ ഇടയിൽ അങ്ങ് കാച്ചി. അത്രേ ഉള്ളൂ. എങ്ങനെ ഞാൻ നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് തെളിയിച്ചിട്ട് വെച്ചിട്ട്, അതായത് മുന്നിൽ ആ സാധനം കൊടുത്തിട്ട്. അതെ, അതായത് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും. അതെ, സത്യം കണ്ടാ പറയും എന്ന് പറയുന്ന രീതിയിലുള്ള ആൾക്കാർ. അങ്ങനെയുള്ള ഒരാളാണെന്ന് ആദ്യം തോന്നിപ്പിച്ചിട്ട് പറയുകയാണെ. ആ ഹെലികോപ്റ്റർ എന്നുള്ള സാധനം പറഞ്ഞോ, 3 ഹെലികോപ്റ്റർ കൊണ്ടുവച്ചിട്ട് എന്നിട്ട് അതിൽ നിന്ന് ലാലേട്ടൻ വരുന്ന സമയത്ത് വയറാണ് ആദ്യം വരുന്നത്. ആ സമയങ്ങളിലൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഒരു വിഷയമല്ല. ലാലേട്ടന്റെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും തോന്നിയിരിക്കുന്നത് ക്ലൈമാക്സ് സംഭവങ്ങൾ ആ സെക്കൻഡ് ഹാഫിന് ശേഷം ചെറിയ 1-2 സ്ഥലങ്ങളിലുണ്ട്. അത് പറഞ്ഞത് അത് ഞങ്ങളെ റിവ്യൂലും പറഞ്ഞു. അതെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. സിനിമകളിൽ ഇപ്പോൾ കാലില് ബാൻഡേജ് ഇട്ടിട്ടും പിന്നെ റോപ്പ് ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ എയർന്ന് കറങ്ങി തിരിഞ്ഞ് താഴേക്ക് ലാൻഡ് ചെയ്യുന്നൊക്കെ റോപ്പൊക്കെ ഇട്ടിട്ടുള്ള ആളാണല്ലോ. ആ റോപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ കോസ്റ്റ്യൂമിൽ പിടിക്കാൻ പറ്റും. അതെ, അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അവിടെ വിമർശനം. സംഗതി വ്യത്യാസമല്ലേ? അതെ, ഇതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അവിടെ താറടിച്ച് കാണിക്കാനാണ് അവിടെ ഈ പറഞ്ഞിരിക്കുന്നത് ശ്രമിച്ചിട്ടുള്ളത്. അത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതാണ് ഇത് ശരിക്കും ഇവര് ഭയങ്കര രസമാട്ടോ ഈ 2 ടീമുകള്. അതിനകത്ത് മമ്മൂക്ക ലാസ്റ്റ് വന്ന ആ ട്രോള് പറഞ്ഞ പറഞ്ഞേ ഉള്ളൂ. ഇനി കാണുന്ന ഇന്ന ഇവിടെ കണ്ട ആഡിന്റെ കണ്ണ് 2 കുത്തിപ്പൊട്ടിക്കുന്ന അറിയില്ല. അതാണ് ആ കോട്ട് കാണിച്ചതേ എന്തെന്ന് ബോധാണ് ആലോചിച്ചോക്കണേ. എന്തിനാലേ ഇതിന്റെ ഈ ട്രോള് വരുന്നതിന് മുന്നേ ഈ വീഡിയോ കുറെ ലീക്കായില്ലേ, അപ്പൊ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു സാധനം, എന്തിനാണ് ഈ ബസൂക്കേന്റെ റിവ്യൂ പറയുന്ന സമയത്ത് ഇയാൾ ഈ ഫോട്ടോയും എടുത്തോളുന്നു, ഫോട്ടോ കാണിച്ചിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല സമയത്തും പല ഡ്രസ്സും ചേരൂല ആർക്കും. അങ്ങനെയല്ലേ ഈ കോട്ട് വിട്ട അവിടെ ഇരിക്കത്തേ ഉള്ളൂ.
അല്ലേ സത്യം ആ കോട്ട് ഇട്ടോടെ അവിടെ ഇരിക്കാതെ ഇരിക്കത്തേ ഉള്ളൂ. അല്ല കോട്ട് സൂട്ട് ആകുന്നുണ്ടോ എന്നുള്ളതല്ലല്ലോ അവിടെ വിഷയം. അതെ കോട്ട് ആർക്കാ ചേരുന്നേന്ന്. അങ്ങനെയാണെങ്കിൽ കോട്ട് ചേരുന്ന വേറെ ഇപ്പൊ എത്രയോ വലിയ സിനിമയിലൊന്നും അഭിനയിക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. നല്ല അടിപൊളിയായിട്ട് കോട്ട് ചേരും. അതായത് ഈ ലോകത്ത് ഏറ്റവും നല്ല കോട്ട് ചെയ്യുന്ന ഒരാൾ കൊണ്ടില്ല, ആളെ കൂടെ കമ്പയർ ചെയ്യണത്. അല്ലാതെ ലാലേട്ടനും ഇതിപ്പോ ലാലേട്ടൻ പാട്ടുകാരനാവുന്ന ഇവിടെ മമ്മൂക്കന്റെ പാട്ടിനെ വെച്ച് നോക്കുമ്പോഴാണ്. അതെ, അല്ലാതെ അതുപോലെ തന്നെയാണ് ഇതും. യേശുദാസിന്റെ ഒപ്പം എന്നിട്ട് ലാലേട്ടനോട് പാട്ടിന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയുള്ളൂ. എന്നിട്ട് അതൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ പൃഥ്വിരാജ് ഇട്ട കോട്ട് ഇട്ടതും നമുക്ക് ഇട്ടൊക്കെ ഓരോന്നും എടുത്തോണ്ട് കൊണ്ടോടെ. വേറൊന്നും പറയാനില്ല. ഇത് ലാസ്റ്റ് ഇതേ പറയാനുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ ഈ ലാലേട്ടൻ പണ്ട് മുതലേ കേട്ടോണ്ട് വരുന്ന ഒരു സംഭവമാണ് ഈ സംഭവങ്ങൾ. ഏതാ വെച്ചാൽ കോട്ട് സ്യൂട്ട് ആവൂല, വയറ് ചാടി, ആളെന്തോരം മാറിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആരും അംഗീകരിക്കണ്ട. നമുക്ക് തോന്നിയ കാര്യം കേട്ടോ. അയാൾ എത്രയോ മാറിയിരിക്കുന്നു. നമുക്ക് ചില സമയത്ത് നമുക്ക് മിസ്സാവുകയാണ്. അയാളെ കവിളൊക്കെ നമ്മള് പല സമയങ്ങളിലും പല സിനിമകളിലും ആളൊക്കെ തിരിയണ സമയത്തൊക്കെ ഒരു കുലുങ്ങുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര പഴയ സിനിമകളുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. ആ സാധനം ഇപ്പൊ കാണാനില്ല. അത് ലൂസിഫറിലുണ്ട്. ലൂസിഫറില് സ്റ്റീഫൻ വരുമ്പോ ഇവിടെ ആ ഒരു മുഖത്ത് ആ ഒരു ശരിക്കൊരു ടൈഗർ ഫീൽ, ആ സാധനമൊക്കെ മുഖം ഇപ്പം അതൊക്കെ ഒട്ടിപ്പോയി ഈ എമ്പുരാനിലേക്ക് വന്നപ്പോ. അത്രയും അയാൾ മാറിയിരിക്കുകയാണ്. എന്നിട്ടാണ് പിന്നെ ഇരുന്നിട്ട് ഒന്നും കിട്ടാഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്നേക്കാണ് വയറ് പുറത്ത് കാണുന്നു. സംഭവം എനിക്ക് തോന്നിയെന്താ അറിയോ, അതായത് എമ്പുരാൻക്ക് എതിരെ പറയാന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഈ ബസൂക്ക പറയണമെങ്കിൽ എന്തെങ്കിലും പറയണല്ലോ, അതുപോലെ പറഞ്ഞ പോലെയാണല്ലോ. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ബസൂക്ക സിനിമയുടെ റിവ്യൂ ഞങ്ങൾ ഇട്ടാണല്ലോ, ഞങ്ങൾക്ക് എന്താണ് അതിൽ തോന്നിയുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അഭിപ്രായം പറയാനില്ല ഇവർക്ക്. ഇവര് കോട്ട് എങ്ങനെയുണ്ട്, കോട്ട് ചേരുന്നത് എങ്ങനെയുണ്ട്, അതിൽ നിന്ന് തന്നെ ഉണ്ട് ഇതിലെ പ്രശ്നം. സത്യം ഈ കോട്ട് ഇതെടുത്തോണ്ട് വന്നപ്പോഴേ കഴിഞ്ഞ് ഈ ഫോട്ടോ എടുത്ത് വന്നിട്ട് ഇത് നോക്ക് എന്ന് പറഞ്ഞപ്പോഴേ കഴിഞ്ഞു. അവരുടെ റിവ്യൂവിന്റെ നിലവാരം കഴിഞ്ഞു. അതിന് മുന്നേ ഓക്കെ, അതായത് ആവറേജ് സിനിമയാണ്. അത് അയാളോട് ചോദിച്ച സിനിമയെ കുറിച്ച് അയാൾ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. എന്നാ പിന്നെ അയാൾക്ക് മറ്റേ ഇതൊക്കെ പറഞ്ഞുകൂടായിരുന്നോ, മറ്റേ അതിന് മുന്നേ റിലീസ് ചെയ്ത പൊന്മാന്റെ റിവ്യൂ, അതിന് മുന്നേ വന്നിട്ടുള്ള സിനിമകള് കടന്നു പോയാനേ പെട്ടെന്ന് നിർത്തിയതാല്ലേ. ഓരോരോ അവസ്ഥകളേ. പോവാണ് എന്റെ അമ്മി. ഇപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.